കോൺഗ്രസിന്റെ തൃശൂരിൽ മഹാജനസഭ നടക്കുകയാണ്. അവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സംസാരിക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയം including interference by the governors and the attempts to reduce the political autonomy of the states undermines the principles of federalism. ഇന്ന് സർക്കാർ സംസ്ഥാന ഭരണങ്ങളിൽ കൈകടത്താനും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ കൈകടത്താൻ ശ്രമിക്കുകയാണ്. അധികാരങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം ആ ഒരു മൂല്യത്തെ ഇകഴ്ത്തിക്കാണിക്കാനും താഴാനുമാണ് ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത്. ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത് We must stand united to safeguard our rights and preserve the democratic fabric of our nation. നമ്മൾ ഐക്യത്തോടും ഒരുമയോടും കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ഈ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. The Congress party along with the UDF coalition in Kerala is committed to protecting these interests. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളോടൊപ്പം ചേർന്ന് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. United front. Furthermore, it has disproportionately affected marginalized communities, minorities, and women. This trend highlights the failure of the Modi government to provide sufficient jobs for youngsters and sufficient opportunity in the country. മോഡി സർക്കാരിന്റെ ഇതുപോലുള്ള സമീപനം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് യുവാക്കളെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. Pandit Nehruji envisages a mixed economy as a model for India, where public sector, private sector, joint sector, and cooperative sector. And he acted in all sectors, and he allowed the growth of all the 3-4 sectors of this country. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്തത് ഒരു സമ്മിശ്ര സമ്പദ്ഘടനയായിരുന്നു. സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖലയും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയും എല്ലാം ചേർന്ന് ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് വിഭാവനം ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നയങ്ങളിൽ ഈ എല്ലാ മേഖലകൾക്കും ഒന്നുപോലെ വളരാനുള്ള ഒരവസരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. It was his vision that led to setting up all mega projects across the country. He described these projects as the temple of modern India. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും അത് ഇന്ത്യയിലെ അമ്പലങ്ങളാണ്, വികസനത്തിന്റെ വളർച്ചയുടെ അമ്പലങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. These public sector units have provided secured employment to millions of people around the country. ഇതുപോലെ സ്ഥാപിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മതേതര വ്യവസ്ഥയിൽ തൊഴിൽ നൽകാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായിരുന്നു. Reserved categories including SC, ST, OBC and other weaker sections have also benefited from such large scale public sectors in India. അതുപോലെ തന്നെ പിന്നോക്കക്കാർക്കും ദളിത് വിഭാഗങ്ങൾക്കും ദളിത് SC, ST വിഭാഗങ്ങൾക്കും ഒക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിലൂടെ അവർക്ക് വലിയ നേട്ടം കൈവരിക്കാനായി. However, we are seeing that Modi government has focused only on one sector, which is the private sector. എന്നാൽ
നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച മോഡി സർക്കാർ ഈ പറഞ്ഞതിൽ ഒരേ ഒരു മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്, അത് സ്വകാര്യ മേഖലയ്ക്കാണ്. They have ignored all other sectors and allowed them to die a slow death. മറ്റെല്ലാ മേഖലകളെയും ഉപേക്ഷിച്ച് അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്ത് സ്വകാര്യ മേഖലയെ മാത്രം പരിലാളിക്കുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്നത്. The other day too, I said in Parliament, if a person is sick, do you treat them and provide them care and support, or do you leave them alone to die? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി രോഗാവസ്ഥയിലാണെങ്കിൽ, രോഗാതുരനായിരുന്നാൽ നമ്മൾ അവർക്ക് ചികിത്സ നടത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമോ, അതോ അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കും. Similarly, if suppose public sector units have some problems, the government has the moral responsibility to provide them with financial and human resources. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ പൊതുമേഖലയ്ക്ക് ഒരു തളർച്ചയോ ക്ഷീണമോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ മടക്കി കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാൻ, ശക്തിപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിന് മേലുള്ളതാണ്. The Modi government has decided to completely dismantle the public sector and provide support to only private sector, and that too a selected few of his friends. എന്നാൽ രാജ്യത്തെ പൊതുമേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിന് പകരമായി അദ്ദേഹം സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏതാനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. He has planned to hand over every last bit of public sector industries to few rich industrialists, friends of his own. ഈ രാജ്യത്തിന്റെ പൊതുമേഖലയുടെ അവസാന മണ്ണും ഈ ഏതാനും സ്വകാര്യ വ്യക്തികൾക്ക്, മോഡിയുടെ സുഹൃത്തുക്കളായ ഏതാനും മുതലാളിമാർക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. In Modi government, the inflation is rising day by day. മോഡിയുടെ ഭരണത്തിൽ രാജ്യത്ത് പണപ്പെരുപ്പം ദിവസം പ്രതി വർദ്ധിച്ചു വരികയാണ്. The combination of unemployment and inflation has increased the struggles of the poor under Prime Minister Modi's tenure. പണപ്പെരുപ്പത്തോടൊപ്പം തൊഴിലില്ലായ്മയും കൂടി കൂടുമ്പോ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതം ദുരിതമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോഡിയുടെ ഭരണത്തിൽ ദിനം പ്രതി സാധാരണക്കാരുടെ ജീവിതം വലിയ പ്രയാസത്തിലും കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. Prices for essential items like milk, groundnut, oil, flour, mills and rice have doubled the rate. സാധാരണക്കാരന്റെ ആവശ്യ വസ്തുക്കളായ ധാന്യങ്ങളും പരിപ്പും പാലും അടക്കമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വില നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇരട്ടിയോളമായി മാറിയിരിക്കുന്നു. Tuar dal has increased from 70 rupees to 150 rupees. That is the price. ധാന്യങ്ങളുടെ വില 70 നിന്നും 150 രൂപയായി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. The prices of other pulses have also increased heavily. ഇതര ധാന്യങ്ങളുടെ വിലയും വളരെയധികം കൂടുതലായി ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. LPG cylinder prices increased from 400 to 1100 rupees. കുക്കിംഗ് ഗ്യാസിന്റെ വില 400 രൂപയിൽ നിന്നും 1200 രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. This situation is truly frightening and apathy of the government is deeply concerning. ഇതൊരു ഭയാനകമായ അവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടെല്ലാം വളരെ നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ പുലർത്തി വരുന്നത്. Inflation and unemployment has completely destroyed the poor and middle class, lower middle class of this country.
വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം ഉണ്ടാകുന്ന പണപ്പെരുപ്പവും കോൺഗ്രസിന്റെ ഈ രാജ്യത്തെ മല്ലികാർജുൻ ഖാർഗെ തൃശൂരിൽ സംസാരിക്കുകയായിരുന്നു. തിരിച്ച്